നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ്. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കേരള ഹൈക്കോടതിയിൽ തന്നെ 3ഓളം കേസുകൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനായി നൽകിയിട്ടുണ്ട്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ 4500 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിവരുന്നത്. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത സർക്കാർ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ ഉടനെ തന്നെ സർക്കാർ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഈ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക. സർക്കാരിൻ്റെ പക്കൽ നിലവിൽ തുക ആയിട്ടില്ല. സഹകരണ ബാങ്കുകളിൽ നിന്നുൾപ്പെടെ തുക സമാഹരിച്ച ശേഷം ഒരുമിച്ച് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് 1800 കോടിയോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് തുകയെങ്കിലും ഈ അവസരത്തിൽ ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ. ഇതുകൂടി ചേർത്തായിരിക്കും വിതരണം നടത്തുക. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശികയായിട്ടുള്ള സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ 2 മാസങ്ങളിലെ പെൻഷൻ തുകയാണ് ഇനി വിതരണം ചെയ്യുവാൻ പോകുന്നത്. നിലവിൽ 9600 രൂപയോളം പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യുക. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ഗഡുവായി 2 മാസത്തെ ഒരുമിച്ച് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ വിതരണം തുടങ്ങുന്നതാണ്. ഇടതുപക്ഷ മുന്നണിയും 2 മാസത്തെ പെൻഷൻ വിതരണം ഉടനെ നടത്തുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തെ സാധാരണക്കാരെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമാണ്. അതായത് നിലവിൽ വോട്ടവകാശമുള്ള ആളുകളിൽ ഏകദേശം 25% മുകളിൽ ആളുകളും ഈ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് വലിയൊരു സ്വാധീനം പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതിനാൽ തന്നെയാണ് ഏതു വിധേനയും ഈ പെൻഷൻ നൽകുന്നതിനു വേണ്ടി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ വർഷം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞ മാസം തന്നെ പൂർത്തിയായിരുന്നു. ഇനി 2024 ഏപ്രിൽ മാസം മുതലാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ കഴിയുക. ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയാക്കിയത്. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്തായിരിക്കും 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടാവുക. ഇതിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിയാലുടൻ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.